ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ ആണെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഓണത്തിന് ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള നെയ്ത്ത് ഗ്രാമത്തിലേക്കാണ്, കുത്താമ്പുള്ളിയിലേക്ക്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നതോടൊപ്പം ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വന്നിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ കേവലം തുണിത്തരങ്ങൾ മാത്രം കണ്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങി പോവുക എന്നുള്ളതല്ല, ഒരു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇവർ ഇവിടെ അതിന് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളും നമ്മൾ ഒരു ധാന്യം കഴിക്കുമ്പോൾ അതിൻ്റെ കർഷകൻ എപ്പോഴും വിസ്മരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അത്ര മനോഹരമായിട്ട് ആ തുണിത്തരങ്ങൾ നെയ്തെടുക്കുന്ന അതിൻ്റെ നെയ്ത്തുകാരെയും കൂടെ നമ്മൾ പരിചയപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയ മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കൈത്തറി എങ്ങനെയാണ് നെയ്യുന്നത്, പഴമ നിറഞ്ഞ രീതികൾ, ആധുനിക കാലം മുന്നോട്ട് അധികം വന്നെങ്കിലും ഒരുപാട് മിഷനറീസ് വന്നെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ അവരുടെ പഴമ നിറഞ്ഞ രീതിയിൽ അവരതിനെ നെയ്തെടുക്കുന്ന കാണാനും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയും വർണ്ണാഭമായ തുണിത്തരങ്ങൾ അവർ നെയ്തെടുക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ പഴമയായിട്ടുള്ള കാര്യങ്ങൾ പഴമക്കാരിൽ നിന്ന് തുടങ്ങുന്നതല്ല പറയുക. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പോണത് നാരായണ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അച്ഛനാണ്. അപ്പോൾ ആളോട് ചോദിച്ചു നോക്കാം ഈ കുത്താമ്പള്ളിയിലെ ചരിത്രവും അല്ലെങ്കിൽ അവരെ നെയ്ത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അവരൊന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നാരായണസ്വാമി എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പോൾ ആളാണ് ഇവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആളോട് ചോദിക്കാം ഈ കുത്താമ്പള്ളിയുടെ ചരിത്രം എന്താണെന്നുള്ളത് ചോദിക്കാം. ആദ്യമേ നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് കുത്താമ്പള്ളിയുടെ ചരിത്രം എന്ന് പറയാനായിട്ട്? ഇത് ഞങ്ങൾ കൊച്ചി രാജാവിന്റെ കാലത്ത് നെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. പഴമക്കാര് ഇവിടെ തന്നെ ഞങ്ങൾ സെറ്റപ്പായി. എവിടെ നിന്നാണ് വന്നത്? മൈസൂരിൽ നിന്ന്, കർണാടകത്തിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. ഏകദേശം 400 വർഷം, 400 മുന്നേ ഉണ്ടാവും. അതെ, ഏകദേശം 400 വർഷത്തെ പഴക്കമെങ്കിലും ഈ കുത്താമ്പുള്ളി ഗ്രാമത്തിന് ഉണ്ടെന്നാണ് അവർ പറയണത്. എത്ര വീട്ടുകാരുണ്ട് അവിടെ നിന്ന് വന്നവര്? 1000 ഉണ്ടാവും. വന്നതല്ല, ഇപ്പൊ 1000 വീട്ടുകാർ ഉണ്ടാവും. 1300. അപ്പൊ ഈ ഗ്രാമത്തിലുള്ള ഏകദേശം 1000-ന് മുകളിൽ വീട്ടുകാര് ഈ നെയ്ത്ത് തൊഴിലുമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു 250 ഉണ്ടാവുള്ളൂ നെയ്ത്തുകാര്. നെയ്ത്തായിട്ട് ഒക്കെ പോയി. നെയ്ത്തില്ലാണ്ടൊക്കെ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പൊ അത്രേ ഉള്ളൂ. ഈ കൈത്തറി ആണെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുണ്ട് ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് തന്നെ, ഒന്നുമില്ല, നിവൃത്തിയില്ല. കൈത്തറി എന്ന് പറഞ്ഞാൽ എടുക്കാനും ആളില്ല, കൊടുക്കാനും ആളില്ല. എല്ലാം ഇപ്പൊ ഈ മിഷന്റെ ഇതാണ്. ഇത് വന്നോട് കൂടിയിട്ട് കൈത്തറിക്കില്ലേ, കൈത്തറിക്ക് ഒരു ഡബിൾ എടുക്കുന്നതിന്
മറ്റേ മിഷൻ തരയുടെ 3 എടുക്കാം. മെഷീനിലാകുമ്പോൾ 3 കയ്യിലാകുമ്പോൾ ഒരെണ്ണം ഒരു ദിവസം അല്ല, എടുക്കില്ല. വില ഇതിന്റെ വിലയ്ക്കും മിഷൻ തരയുടെ ഡബിളിന്റെ വിലയ്ക്കും 3 എടുക്കാം. മിഷൻ തരയുടെ അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും അതിന് വില കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം മെഷീനിലായതുകൊണ്ട് വളരെ വില കുറവിന് മെഷീന്റെ ഇത് കിട്ടാനുള്ളതുകൊണ്ട് തന്നെ കൈത്തറിക്ക് പൊതുവെ മാർക്കറ്റ് കുറയുന്നുണ്ട്. എങ്കിലും കൈത്തറിനെ സ്നേഹിക്കുന്ന ആൾക്കാർ തേടി വരുന്നുണ്ട്. കാരണം കണ്ടമാനം കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം നമുക്ക് നെയ്യാണ് എന്തോരം നെയ്യാൻ പറ്റും? ഒരു ഡബിൾ കൊണ്ട് ഒരു 250-300. അതിന് 2-3 നാളൊക്കെ കഷ്ടപ്പെടണം. ഇപ്പൊ വെറുതെ ഇരിക്കണമെന്നിട്ടാണ് ഇതൊക്കെ നെയ്യുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും ചെറിയ ചെലവിനെങ്കിലും ആവല്ലോ അതിന് വേണ്ടി നെയ്യാൻ. അത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ കഷ്ടപ്പാട് മാത്രമല്ല വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്യണം. കാരണം ഇവര് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂല് വലിക്കുന്ന കണ്ടാലും നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം അവർക്കറിയാം അതിന് കൃത്യതയോടെ വലിക്കാനും. അതുപോലെ തന്നെ സത്യം പറഞ്ഞാല് ഇതിന്റെ കഷ്ടപ്പാടിന് നമുക്ക് ഇവർക്ക് കിട്ടുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത് വളരെ കുറവാന്ന് തന്നെയാണ് പറയുന്നത്. വേദന കമ്മിയാണ്. ഈ തൊഴിലിന് എല്ലാവരും പോയി, വേദനയില്ല. പഴമക്കാര് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ തൊഴിലില്. ബാക്കിയുള്ള കാലം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ ഇവരൊന്നും നെയ്യാൻ പോകണില്ല. കാരണം അതിനുള്ള സാമ്പത്തികവും ഞങ്ങൾ അധ്വാനിക്കാനുള്ള ഇത് കിട്ടുന്നില്ല. അപ്പൊ അവര് പറയുന്നത് തൊഴിലിനുള്ള ആ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഇല്ലാത്തതുകൊണ്ട് തന്നെ യുവതലമുറയെല്ലാം ഇതിൽ നിന്ന് വിട്ടുപോയി. എല്ലാവരും പോയി. പഴമക്കാര് ഇതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് പറയണത്. ഇപ്പൊ അത്യാവശ്യം 200-200-300 ആൾക്കാരെ ഉള്ളു ഇപ്പൊ നെയ്യാന്. 1500 ആള് നെയ്യാറുന്നതാണ്. ഇപ്പൊ പോയി. ഇനി ഹാൻഡ്ലൂം വേണമെന്ന് വിചാരിച്ചാൽ ഹാൻഡ്ലൂം 2-3 കൊല്ലം കഴിഞ്ഞ ഹാൻഡ്ലൂം കിട്ടില്ല. എല്ലാം മെഷീനിലെ ആധുനിക കാലത്തിന്റെ അതിപ്രസരം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം മിഷനറീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ മിഷൻ തരയിൽ ഇത്ര ഇഞ്ച് നെയ്യാൻ പാടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം നമ്മുടെ രാജീവ് ഗാന്ധി കുറച്ച് പിടിച്ചു നിന്നു. പക്ഷെ അതൊക്കെ തമിഴ്നാട്ടിലെ ഫുള്ളാണ്. അവിടുത്തെ ഒരു നിയന്ത്രണമില്ല. അതിലാണ് ഇപ്പൊ അടിപൊളി. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ നെയ്ത്ത് ഗ്രാമം കുത്താമ്പള്ളി. നെയ്ത്ത് ഹാൻഡ്ലൂമിൽ ഏറ്റവും വലിയ ഗ്രാമം കുത്താമ്പള്ളി തന്നെയാണ്. കടയിൽ നോക്കുന്നതൊന്നും ഹാൻഡ്ലൂം അല്ല, ഒക്കെ മിഷൻ തരി സാധനങ്ങളാണ്. അല്ലാണ്ട് ഹാൻഡ്ലൂം അല്ല ഈ കടകളിൽ എടുക്കുന്നത് വരുന്ന ജനങ്ങൾ. ഇതിന്റെ വില ചോദിച്ചാൽ തന്നെ അറിയും ഹാൻഡ്ലൂമാണോ മറ്റേതാണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. 200-230 200-250 ഡബിള് കിട്ടും. ഇത് കൂലി തന്നെ 230 റുപ്യ വരും. പിന്നെ കസവിന്റെ നൂലിന്റെ ഇതൊക്കെ പർച്ചേസിങ് നോക്കുമ്പോൾ 600-650 റുപ്യ വരും ഒറിജിനൽ. പിന്നെ അവര് വില കൂട്ടിയിടാണ്, അവരുടെ പെർസെൻറ്റേജ് ഇട്ടിടും. ഈ വില വരുമ്പോൾ മറ്റേ മിഷൻ തരിയുടെ 3 ഡബിൾ 3 കളറിൽ നിങ്ങൾക്ക് ദിവസം ഓരോന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇന്നലെ പുതിയത്, ഇന്ന് കളർ വേറെ, ഇത് പുതിയത് തന്നെ നിങ്ങൾക്ക് പറയാൻ അധികാരമായിട്ട്. പക്ഷെ നമ്മുടെ പറ്റില്ലത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിന്റെ ഫാൻ്റെ നിങ്ങൾ കറുത്തത് വെള്ള വേറെ കളറിലൊക്കെ ഇട്ടു 100 റുപ്യക്കും 150 റുപ്യക്ക് ഇടാം. പക്ഷെ ഒറിജിനൽ വിമൽക്കാരുടെയോ റൈനാൾക്കാരുടെ ഈ വിലക്ക് കിട്ടില്ലേ? ഇല്ലേ? അതെന്റെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വില കമ്മിയിൽ ദിവസം മാറ്റി മാറ്റി കൊടുക്കാന്നുള്ളത് ജനങ്ങൾ എടുത്തു പോകുന്നുണ്ട്. പക്ഷെ ഇത് നമുക്കിപ്പോ തിരിച്ചറിയാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. ഹാൻഡ്ലൂം ഏതാന്നുള്ളതും അതൊക്കെ നെയ്ത്തുകാർക്ക് മാത്രമേ ചിലപ്പോൾ അറിയുള്ളൂ. ഞങ്ങൾക്കത് അതുകൊണ്ട് ഉടുത്ത് കഴിഞ്ഞാൽ പറയും ഹാൻഡ്ലൂമാ മിഷനാന്നുള്ളത് ഞങ്ങൾ പറയാം. ഇപ്പൊ സാധാരണക്കാരെ പറ്റിക്കപ്പെടുന്നതായിരിക്കും ഹാൻഡ്ലൂം. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നോ എടുക്കണോ പോകണോ, ഞങ്ങൾ അതിന് ഒരു ഉത്തരവാദിത്തമില്ല. ഞങ്ങൾ ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ പറയും ഇത് മറ്റേതാന്ന് പറയും. ഇത് ബാലരാമപുരം ചേന്നമംഗലം ഡബിൾ ഹാൻഡ്ലൂം ആയിക്കോട്ടെ, അത് പറഞ്ഞിട്ട് ബാലരാമപുരം ചേന്നമംഗലം ഞങ്ങൾ പറയും. അങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ പറയില്ല. കാരണം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്നതല്ല, വിലയുടെ ഡിഫറൻസിൽ അത് ഞങ്ങൾ പറയുന്നത് എന്തോ അവർ പറയുന്നു. നമുക്ക് 600 റുപ്യക്ക് 3 ഡബിൾ 3 കളറിൽ കിട്ടി. ഒറ്റ വാക്കിൽ എടുക്കാൻ വരുന്നത്. ഇത് 600-700 റുപ്യ വരും ഒരു ഡബിളിന്. അപ്പൊ അത് 3 എണ്ണം കൊടുക്കാനുള്ള ദിവസം ഉത്രാടം തിരുവാണോ അവിടെ 3 ദിവസം കൊടുക്കാം, എല്ലാം കിട്ടും. പക്ഷെ ഇത് ഒരു ഡബിളേ കിട്ടുള്ളൂ. ഇത് 8 കൊല്ലം 10 കൊല്ലമായാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും, സ്മൂത്തായിട്ടുണ്ടാവും. പൂപ്പല് കയറില്ല. മറ്റേത് ഗൗരവന്റെ പൂപ്പല് കയറും. ഒരു കൊല്ലം കഴിയുന്ന ഈറനായ പൂപ്പലുണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ ഈറനായാലും പൂപ്പല് കയറും.
അങ്ങനത്തെ ഒരു കഴിവുണ്ട്. അതൊക്കെ ഒരു ഷൈനിങ് ആണ് അതിലുണ്ട്. അങ്ങനത്തെ ഒരു വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട് ഇതില്. ഒരു ടെക്നിക്കാണ്. പിന്നെ സാരിയിൽ പിന്നെ ഒരു സൈഡ് കോർക്കുന്നതുണ്ട്. അതാണ് ഹാൻഡ്ലൂമിന്റെ അടയാളം. ബബിളിനത് ഇല്ല. സാരികൾ വേറെ ഇതിലൊക്കെ കോർക്കുന്നത് ഉണ്ടാവും. സൈഡിൽ ഒരു എംബ്ലം പോലെ അതാണ് പെട്ടെന്ന് ഉള്ളത്. ഡബിൾ ഉണ്ടാവുമ്പോ അതിനില്ല. സാരിയിലാവുമ്പോ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാന്നല്ലേ. നമുക്ക് ഞങ്ങളതിനെ ചുട്ടി എന്ന് പറയും. ചുട്ടി അത് ഞങ്ങൾ കയ്യിൽ തന്നെ കോർത്താണ്. മോഡലേ വേറെ. പക്ഷേ ഈ തുളയുണ്ടാവില്ല. അപ്പോൾ ഒരു ഈ സൈഡിൽ ഹാൻഡ്ലൂമിൽ മാത്രമേ ഈ സൈഡിൽ തുളയുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇത് ഒരു ടെക്നിക്കാണ് ആള് പറഞ്ഞു തന്നത്. ഈ ഒറിജിനൽ ഹാൻഡ്ലൂമില് ഈ സൈഡില് തുള ഉണ്ടാവും. അതായത് ഇവര് ഒരു ആണി പോലത്തെ ഇത് സൈഡില് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവര് സ്റ്റിച്ച് ചെയ്യണത്, നെയ്യണത്. ആ നെയ്യണ സമയത്ത് ഇത് ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മുള്ളുകമ്പി മുള്ളാണി പോലത്തെ ഒരു സംഭവം ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ഹാൻഡ്ലൂമിന് ഡബിൾ മുണ്ടൊക്കെ മേടിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ പറയാം, ഈ സൈഡിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇങ്ങനെ ഉണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ഒറിജിനൽ ഹാൻഡ്ലൂം ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സാധാരണ ജനങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമ്മുടെ ചെറിയ സൂചികൾ പോലെ കയറിയ ചെറിയൊരു ഹോളുകൾ നമുക്ക് ഈ ഡബിൾ മുണ്ടിന്റെ സൈഡിൽ കാണാൻ പറ്റും. മിഷൻ എന്തറിയില്ല അത് ഉണ്ടാവില്ല. അതൊരു പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ നീട്ടത്തില് ഇഴ ലോങ്ങിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ക്രോസ് ആയിട്ടുള്ള ഈ ഇഴ വരുന്നത് ഇതാണ് അതിന്റെ ടെക്നിക്ക്. ഇതില് നൂല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഇവിടെ വലിക്കുന്ന അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇതിലിങ്ങനെ ഇഴയായിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഈ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇഴ വരാനായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ ഹാൻഡ്ലൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കൈയും രണ്ട് കാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ രണ്ട് കാലും കൊണ്ട് ചവിട്ടും വേണം, കൈ കൊണ്ട് ഇങ്ങനെ ആക്കും വേണം. അതുപോലെ തന്നെ അതിനുള്ള ഡാമേജ് നമ്മൾ കണ്ടുപിടിച്ച് തീർത്തുകൊണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള ഒരു പണി തന്നെയാണ്. അതെ, സൈക്കിൾ ചവിട്ടുന്ന മാതിരിയാണെന്നാണ് അച്ഛൻ പറയുന്നത്. സൈക്കിൾ ചവിട്ടുന്ന മാതിരി നമ്മുടെ എല്ലാ ശരീരത്തിന്റെ രണ്ട് കൈയും രണ്ട് കാലും. അത് മാത്രമല്ല നമ്മുടെ മൈൻഡും എപ്പോഴും സദാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി തന്നെയാണ് ഹാൻഡ്ലൂമിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. കൈത്തറി ഓണത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് കുത്താമ്പള്ളി വന്നപ്പോൾ അവർ പറഞ്ഞത് പാവാട ദാവണി സെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടിയിൽ മയിൽപീലിയുടെ ഒരു ഡിസൈൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഷോളായിട്ട് വരുന്നത് കൊള്ളാം അല്ലേ? ഇവിടുത്തെ തന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ കുത്താമ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കുറവിൽ തന്നെ തുണിത്തരങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവിടേക്ക് ഒന്ന് സന്ദർശിക്കുക. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും
വലിയ നെയ്ത്ത് ഗ്രാമം എന്നുള്ള ഖ്യാതിയുള്ള കുത്താമ്പുള്ളിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. എങ്കിലും ഇവിടുത്തെ നെയ്ത്തുകാരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, നൽകപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരുടെ കയ്യിലേക്ക് ഇതൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഭംഗിയുള്ള പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഓണക്കോടിയൊക്കെ നെയ്യുന്നവർക്ക് ഇനിയെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു സഹായവും സഹകരണവും ഒക്കെ നൽകുക എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ല കലാകാരങ്ങളുള്ള ഈ നെയ്ത്ത് ഗ്രാമത്തിലും അവർക്ക് ഓണം ആസ്വദിക്കാനായിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യത ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തൊഴിൽ സംരക്ഷിക്കപ്പെട്ടു പോകേണ്ടതിന്റെ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെട്ടു പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പറഞ്ഞാൽ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നെയ്ത്ത് അല്ലെങ്കിൽ കൈത്തറി നിർമ്മാണം എല്ലാം ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ ഭാവി തലമുറയ്ക്ക് അതിൻ്റെ പ്രൗഢിയും പകിട്ടും എല്ലാം നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനുവേണ്ടി കണ്ണു തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.